ചെങ്കടലിനെ ഏദൻ ഉൾക്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ബാബ് എൽ മാൻഡബ് കടലിടുക്ക്. ബാബ് എൽ മാൻഡബ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ണുനീരിന്റെ കവാടം എന്നാണ്. 24 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇവിടം കേന്ദ്രീകരിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണവും അമേരിക്കയുടെ പ്രത്യാക്രമണവും ഇനിയും വാർത്തകളിൽ നിറയും. കാരണം അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ്. ചെങ്കടലിൽ നിരന്തരമായ ഹൂതി ആക്രമണം അന്താരാഷ്ട്ര ചരക്കു വ്യാപാരത്തിൽ സൃഷ്ടിച്ച പ്രതിസന്ധി നമുക്കറിയാം. ഗസ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് കടലിലാണ് എല്ലാ കാലത്തും ഹൂതികൾ തിരിച്ചടി നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം പലതവണ ശക്തമായ പ്രത്യാക്രമണം നടത്തി. അറേബ്യൻ ഉപദ്വീപിലെ യമൻ എന്ന രാജ്യത്തിനും ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ജിബൂട്ടി, എറിത്രിയ എന്നീ പ്രദേശങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്ക് ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നു. ഇവിടം ഇനിയും കലുഷിതമാകുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. US നാവികസേന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയാണ് ഇത്. എതിരാളികളുടെ പേടി സ്വപ്നം കാൾ വിൻസൻ വിമാനവാഹിനി കപ്പൽ യമനിലേക്ക് പുറപ്പെട്ടു. മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളുമായി. F-35, FA-18 ഫൈറ്റർ ജെറ്റുകൾ, ഡെക്കിൽ ഉഗ്രശേഷിയുള്ള മിസൈലുകൾ. തുറമുഖ നഗരമായ ഹൊദൈദയിലും തലസ്ഥാനമായ സനായിക്ക് വടക്കുള്ള അൽജഫ് ഗവർണറേറ്റിലും ആക്രമണങ്ങൾ പതിവാണ്. ഗസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഹൂതി വിമതരെ ലക്ഷ്യമിട്ടുള്ള തീവ്രമായ US വ്യോമാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും വെള്ളിയാഴ്ച ആയിരക്കണക്കിന് യമനികൾ സനായിലെ തെരുവിലിറങ്ങി. തോക്കും മഴവുമൊക്കെ ഏന്തിയായിരുന്നു ഐക്യദാർഢ്യം. യമനിലെ ഹജ്ജ ഗവർണറേറ്റിന് മുകളിലൂടെ പറന്ന US സൈനിക MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടിരുന്നു. US-ന്റെ വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാന് നേരെ ഹൂതികൾ പലതവണ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് പുതിയ യുദ്ധസന്നാഹവുമായി മറ്റൊരു പടയൊരുക്കമെന്നതും ശ്രദ്ധേയം. ചെങ്കടലിൽ സംഘർഷം രൂക്ഷമായാൽ അത് സമുദ്രപാതയെ ബാധിക്കും. കടൽ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത്, കടൽ തർക്കങ്ങൾ മറുവശത്ത്. എണ്ണക്കപ്പലുകൾ ഭൂരിഭാഗവും കടന്നുപോകുന്ന സുപ്രധാനമായ സമുദ്രസഞ്ചാര പാതയിൽ നിന്ന് സമാധാന തീരത്തേക്ക് ഇനിയും ദൂരം ഏറെയാണെന്ന് ചുരുക്കം.